Hi friends, welcome back to my new video. നമ്മളാണെങ്കിൽ ഇപ്പം കുമിളിയിലുള്ള ഗ്രീൻ കോട്ട് റിസോർട്ടിലാണ്. നമ്മൾ സാധാരണയൊക്കെ റിസോർട്ടിൽ പോകുന്നതിനേക്കാളൊക്കെ ഒത്തിരി വ്യത്യാസം ഇവിടെ തോന്നിയത് നമ്മൾ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴമയെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ സ്ട്രക്ചർ നാലുകെട്ട് രീതിയിലുള്ള വീട് പോലെ നമുക്ക് തോന്നുന്നത്. ഇത് മുട്ടപ്പഴത്തിന്റെ ട്രീയ, നല്ല തണലാ. ജാക്ക് ഫ്രൂട്ടാണ്, ചക്ക കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ട്. എല്ലാ റൂമിന്റെയും ഔട്ട് സൈഡ് നല്ലൊരു ബാൽക്കണിയും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ക്യാമ്പ് ഫയർ ഏരിയ. ഇന്നലെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഇവിടെ വെച്ച് ക്യാമ്പ് ഫയർ ചെയ്തായിരുന്നു. അപ്പൊ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് നല്ല രസമായിരുന്നു. എല്ലാവരുമായിട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞാനാണെങ്കിൽ അവക്കാഡോ ട്രീനാണെങ്കിൽ അവക്കാഡോ പറിച്ചായി. നമുക്കിവിടെ വരുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഉച്ചയ്ക്ക് എടുക്കാം. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. നല്ല ഗ്രീനറി നമുക്ക് അതൊന്നും ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല തണുപ്പുമുണ്ട്, നല്ല കാറ്റ് എപ്പോഴും മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട്. പിന്നെ ഇഷ്ടംപോലെ മങ്കീസും ഒക്കെ വരും. പിള്ളേർക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവ? ഒരുപാട് സ്പൈസസിന്റെ ട്രീസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം 303. നെക്സ്റ്റ് റൂമാണ് പിള്ളേർക്കുള്ള റൂം. രാവിലെ നമ്മൾ എണീറ്റപ്പോൾ ഇവിടെ മുഴുവൻ മങ്കീസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഇതിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് റൂമിന്റെ ഇൻസൈഡ് കയറി വരുമ്പോഴേ വാഷ്റൂമാണ്. So this is the washroom and the washroom is very spacious.
ആണ് നമ്മുടെ ബെഡ്റൂം. ബെഡുണ്ട്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ബെഡൂടെ നമുക്ക് തരും. കബോർഡും നല്ല നീറ്റ് റൂം. ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ നമുക്ക് നല്ലൊരു ബാൽക്കണി ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. നമ്മൾ ഇന്നലെ ആണെങ്കിൽ ഇവിടെ ഇന്ന് യൂണോ കാർഡ്സ് ഒക്കെ കളിച്ചായിരുന്നു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തേക്കടി ബോട്ടിങ്ങിന് പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റിസോർട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. നിങ്ങളിത് കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് 11 മണിയുടെ ബോട്ടിങ്ങിനാണ് നമ്മൾ തേക്കടിക്ക് പോകുന്നത്. തേക്കടി ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതും. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി പോകുന്നത് നമ്മുടെ വാഹനത്തിലല്ല, അവരുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബസ്സാണിത്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഈ ബസ്സിലാണ് നമ്മൾ തേക്കടി ജംഗ്ഷനിൽ നിന്ന് പോകുന്നത്. നമ്മുടെ വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ പോകുന്ന റോഡിൻ്റെ 2 സൈഡും നിറയെ മുളക്കൂട്ടങ്ങളാണ്. മുള ഇങ്ങനെ നിന്ന് നല്ല രസമാണ് മുള കാണാനും. ഭയങ്കര കാറ്റുമാണ്. അവിടെ ആകുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ആണെങ്കിലും നല്ലതായിട്ട് മാറും. തണുപ്പൊക്കെ ഇച്ചിരും കൂടെ ആകും. 2 സൈഡും നിറയെ മരങ്ങളും ഇതൊക്കെയാണ്. ഇത് ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഇതാണ് തേക്കടിയുടെ എൻട്രൻസ്. ഇവിടം വരെയാണ് നമ്മൾ ബസ്സിന് വരുന്നത്. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് ബോട്ടിങ്ങിന് പോകാവുന്നതാണ്. ഇവിടെയും ഒരുപാട് മങ്കീസിനെ കാണാൻ നമുക്ക് പറ്റും. പിന്നെ കുറേ കിളികളുടെ ശബ്ദം നല്ല രസമാണ് നമുക്ക് കേൾക്കാൻ. പല സൈസ് കിളികളുടെ ശബ്ദങ്ങളും കിളികളെയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ടിക്കറ്റ് എല്ലാം എടുത്തു. നമ്മൾ ഈ ബോട്ടിലാണ് പോകുന്നത്. നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് നമ്മളതെല്ലാവരും ധരിച്ച് നമ്മൾ യാത്ര തുടർന്നു. 1.5 മണിക്കൂറാണ് നമുക്ക് ഈ ബോട്ടിംഗ് ഉള്ളത്. 2 സൈഡും വലിയ കാടുകളാണ്.
കാടുകളുടെ നടുക്കാണ് ഈ പെരിയാർ ലേക്ക്. നമ്മൾ പോയത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റിൽ നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് വെള്ളം ലേക്കിലുണ്ട്. അപ്പം നമ്മളവിടെ ചോദിച്ചപ്പം നമ്മളോട് പറഞ്ഞത് മൃഗങ്ങളൊക്കെ ഈ കാട്ടിനകത്തും ഒരുപാട് വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഈ ലേക്കിലോട്ട് ഇറങ്ങി വരാൻ പാടാണ്. അതേസമയം നമ്മൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് വരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും. നമ്മൾ കുറേ കാട്ടുപോത്തിനെ കണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ കൂട്ടമായിട്ട് വന്ന് പുല്ലൊക്കെ തിന്നുന്നു. നല്ല രസമാണ് കാണാൻ. ബോട്ടപ്പം നമ്മളെ അങ്ങോട്ട് കുറച്ചുകൂടെ അടുപ്പിച്ച് നമ്മളെ നന്നായിട്ടത് കാണിക്കും. പിന്നെ നമ്മുടെ ബോട്ടിൽ ഒരു ഗൈഡുണ്ട്. ഗൈഡ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തന്ന് നമ്മളെ മനസ്സിലാക്കിയാണ് നമ്മൾ യാത്ര പോകുന്നത്. നമ്മൾ 2-3 സ്ഥലത്തായിട്ട് കുറേ മാൻകൂട്ടങ്ങളെ കണ്ട്. പല സൈസിലുള്ള മാനുകൾ, പിന്നെ കാട്ടുപോത്ത്, പിന്നെ കുറേ പക്ഷികളെ കണ്ട്. പല തരത്തിലുള്ള പക്ഷികൾ, പിന്നെ കുരങ്ങ്, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഓഫ് റോഡ് ജീപ്പ് സവാരിക്ക് നമ്മൾ പോയി. അത് നമ്മൾ പോയത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലുള്ള സത്രത്തിലോട്ടാണ്. സാജിമോൻ നമുക്ക് നല്ലൊരു ജീപ്പ് സവാരി ഏർപ്പെടുത്തി തന്നായിരുന്നു. അതാണ് യേശുരാജ് ചേട്ടൻ. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോയത്. നല്ല ചിൽ ചേട്ടനാണ്. നമ്മൾ ഈ ജീപ്പ് സവാരി പോയത് നല്ല രസമായിരുന്നു. 2 സൈഡും നല്ല ടീ പ്ലാന്റേഷനാണ്. ഇത് പെരിയാർ റിവറാണ്. നമ്മളീ പോകുന്നതിൻ്റെ ഒരു സൈഡിൽ ടീ പ്ലാന്റേഷനും അതിനിങ്ങേ സൈഡ് പെരിയാർ റിവറുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സത്രം. ഇവിടെ നിന്നാണ് നമ്മൾ സത്രത്തിലോട്ടുള്ള റോഡ് തുടങ്ങുന്നത്. ഇവിടെ വാങ്ങുമ്പം തൊട്ട് റോഡ് ഓഫ് റോഡ് റൈഡിന് പറ്റിയ റോഡ് ആണ്. മണ്ണും കുറച്ച് സ്ഥലമേ ഉള്ളൂ, ടാറിങ്. പിന്നെ അങ്ങോട്ട് മൺ റോഡുകളാണ്. പിന്നെ വഴിക്ക് വീതിയും കുറവാണ്. നല്ല രസമാണ് ഈ മൺ റോഡിൽ കൂടെ പോകാൻ. പിന്നെ ഈ മൺ റോഡിൻ്റെ 2 സൈഡും നിൽക്കുന്നത് ലെമൺ ഗ്രാസ് ആണ്. നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പം നമ്മളവിടെ നല്ലൊരു വ്യൂ പോയിൻറ്റിൽ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് പേര് അവിടെ ഇറങ്ങി കാണുന്നൊക്കെ ഉണ്ട്. ഇതാണ് ആ വ്യൂ പോയിൻറ്റ്. ഇത് 2 സൈഡും വലിയ മലകളാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ മലകളാണ്. ആ മലകളിൽ കൂടി ഇങ്ങനെ കോട കയറുകയും ഇറങ്ങുകയും നല്ല രസമാണ് കാണാൻ. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഗവിയിലോട്ട് പോകുന്നത്. ഇനി നമ്മൾ സത്രത്തിലോട്ട് പോവാണ്. ഇത് ടീ പ്ലാന്റിന്റെ ഈ കായാണ് സീഡ് ഉണ്ടാക്കുന്നല്ലേ. ഈ തേയിലച്ചെടിയിൽ ഒരു കായുണ്ട്. ആ കായിൽ നിന്നാണ് സീഡെടുത്ത് നട്ട് തേയിലച്ചെടിയാക്കി എടുക്കുന്നത്. നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ വന്നു.
നല്ല രസമായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെയും നമ്മളിങ്ങനെ കോട കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തു. പപ്പായാണ്, പപ്പായും നല്ല ഹാപ്പിയായി. അപ്പം നമുക്ക് ഒത്തിരി സന്തോഷമായി. പപ്പായും മമ്മിയും ലിസി ആൻറ്റിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് സത്രം. ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകാം. ഈ ഒരു റോഡുണ്ട്, ആ റോഡ് കാണിക്കാം. ആ റോഡ് വഴിയാണ് നടന്ന് ശബരിമലയ്ക്ക് പോകുന്നത്. അത് പ്രത്യേകിച്ച് മകരവിളക്കിൻ്റെ സമയത്താണ് പോകുന്നത്. ഈ റോഡാണ്, ഈ റോഡ് വഴി ആണ് ശബരിമലയ്ക്ക് പോകുന്നത്. 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ 7 കിലോമീറ്റർ കയറ്റവും 5 കിലോമീറ്റർ ഇറക്കവുമാണെന്നാണ് പറഞ്ഞത്. അപ്പം ചെറിയ റോഡാണ്. ആൾക്കാരൊക്കെ അയ്യപ്പ വിശ്വാസികൾ നടന്ന് മല കയറി ഇറങ്ങിയാണ് മകരവിളക്കിൻ്റെ അന്ന് ശബരിമലയിൽ പോകുന്നത്. സത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുന്ന വഴി പെരിയാർ സത്രം റോഡിൽ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. അവിടെയും നമ്മൾ ഇറങ്ങി. 2 പേര് വെച്ചും ഒരാൾ വെച്ചും നമുക്ക് ഈ സിപ്പ് ലൈനിൽ കയറാവുന്നതാണ്. അപ്പും ഇവായും എൽബായും അമ്മും കൂടെ പോയി. പിന്നെ റോയിച്ചനും പോയി. സിപ്പ് ലൈനിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ടീ പ്ലാന്റേഷനിൽ ഇറങ്ങി. അവിടെ യേശുരാജേട്ടൻ നമ്മളോട് തേയിലയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരികയും നമ്മൾ അതിൻ്റെ ഇല നുള്ളി എടുക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ സാജിമോൻ അവിടെ ഒട്ടകമല എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമുണ്ട്. അത് നമ്മൾ കാണാൻ വേണ്ടി പോയി. ഫുൾ 2 സൈഡും ഏലത്തോട്ടമാണ്. നമ്മൾ ആ ഏലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ കുറേ കയറ്റമുണ്ട്. കയറി ചെല്ലുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇതാ കയറി ചെല്ലുമ്പോൾ ഉള്ള ഇതാണ്. നമ്മളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. നമ്മൾ ആ ഏലത്തോട്ടത്തിനകത്തൂടെ കുറേ നടന്ന് കയറ്റമാണ്. കയറ്റം കയറി വരുമ്പോഴാണ് നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ ചെല്ലുന്നത്. അതാണ് ഈ കുന്നിന് ഒട്ടകമലയെന്ന് പേര് വരുന്നത്. നമ്മൾ കുറേ കയറി ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞുള്ള താഴോട്ട് നോക്കുമ്പോൾ ചെറിയ ടൗണുകളും എല്ലാം കാണാം. കമ്പം, തേനിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പെരിയാർ റിവർ, നമ്മൾ തേക്കടി പോയ പെരിയാർ ബോട്ടിങ്ങിന് പോയ റിവർ എല്ലാം നമുക്കിവിടെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും. ഇനിയും നാളെ നമ്മൾ മൂന്നാറിന് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാർ കാഴ്ചകളുമായിട്ട് കാണാം. Hope you like this video. Thank you and bye bye. See you on the next video.